കരുതി വരുത്തണമെങ്കിൽ ഉടനെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങളുടെ അവകാശത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയെ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. വാർദ്ധക്യകാല പെൻഷൻ 1600 രൂപയാണ് കൊടുക്കുന്നത്. ഈ 1600 രൂപ കൊടുത്തിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? ഈ കേരളം മുടിഞ്ഞെന്നാ പറയുന്നത്. ആര് മുടിച്ച്? ഇവിടുത്തെ പെൻഷൻകാരാണ് കുറിച്ചത്. റിപ്പർ ചന്ദ്രന്റെ പണിയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത്. എന്താണ് റിപ്പർ ചന്ദ്രൻ ചെയ്തത്? തന്റെ ഇരയെ വേട്ടയാടുന്നതിന് വേണ്ടി അവനെ ആദ്യമേ ചെയ്യുന്നത് അവന്റെ തലയ്ക്ക് അടിക്കുകയാണ് ചുറ്റി വെച്ച് 2-3 അടി കൊടുക്കുമ്പോഴത്തേക്ക് അവൻ 10 അടി കൊണ്ട് നിലത്ത് വീഴുക. അപ്പൊ അവന്റെ പിന്നെ ഓർമ്മയെ നഷ്ടപ്പെട്ടു. അവന് തലച്ചോറടിച്ച് തകർക്കുന്ന പോലെയാണ് ഇവിടെ ഈ ലാഭത്തിന് വേണ്ടി ലഹരി വിൽക്കുകയാണ്, മദ്യം വിൽക്കുകയാണ്. മദ്യം വെച്ച് ലാഭം ഉണ്ടാക്കാൻ ഏത് ഭരണഘടനയിലെ ആരാണ് ഇവർക്ക് അധികാരം? അവർക്കും മദ്യം ഉണ്ടാക്കി മദ്യമായിട്ട് വിൽക്കാൻ പറ്റില്ല. മരുന്നിന്റെ ഇൻഗ്രീഡിയൻസിൽ ഒന്നായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ പൗരന്മാരുടെ, നമ്മുടെ കൊച്ചു കുട്ടികളെ വരെ പിന്നെ ഈ മദ്യത്തിന് ലഹരി പദാർത്ഥം ലഹരി തൻ കവർ അത് കുടിക്കുന്നതിന് ശവപ്പെട്ടിയാണ് ബോണസ്. അവന്റെ ആരോഗ്യം തകർത്ത് തരിപ്പണമാക്കുക. ഭരണഘടന ലംഘനമാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പട്ടിണി ഇല്ലാതെ കിടക്കാനും പൗരന്മാർക്ക് പൗരബോധമില്ല, നിയമാവബോധമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വേണം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. പൗരന്മാരെ സംരക്ഷിക്കുക. അവരുടെ വയോജന കാലഘട്ടം വരുമ്പോൾ, വാർദ്ധക്യ കാലഘട്ടം വരുമ്പോൾ അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും അവരെ സ്റ്റേറ്റ് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. ആർട്ടിക്കിൾ 39B and C എന്ന് പറഞ്ഞ വകുപ്പുണ്ട്. അപ്പൊ അനധികൃതമായ സമ്പത്ത് ഇവിടെ കിടക്കുന്നത് പിടിച്ചെടുത്താൽ തന്നെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ളത് അവർക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ ഈ മദ്യ നയം കൊണ്ട് ഒരു ദിവസം എത്ര പേരാണ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതും പിന്നെ കൊലപാതകങ്ങൾ നടത്തുന്നതിനും? കേരളത്തിലെ 90% അപകടങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഉത്തരവാദി ഈ മദ്യമാണ്. ഞാൻ ശാസ്താംകോട്ട സദാശിവൻ ഏതാണ്ട് 1974 മുതൽ, അതായത് എന്റെ 24ാമത്തെ വയസ്സ് മുതൽ ഞാൻ സാമൂഹ്യ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് 74 വയസ്സുണ്ട്. അപ്പോ ഇതിനിടയിൽ ഞാൻ സമൂഹത്തിന്റെ ഈ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർവോന്മുഖമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടി സംസാരിക്കാറുള്ള ആളാണ്, പ്രവർത്തിക്കാറുള്ള ആളുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇന്ത്യൻ പൗരനാണെന്നുള്ള ആത്മാഭിമാനമുള്ള ഒരാളാണ്. ആരായിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. കാരണം 75 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. നിങ്ങളോട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നത് അങ്ങനെ വിശദീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഈ 75 വർഷത്തെ ഈ ഒരു ഭരണം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം സമ്പന്നന്മാരായി തീരേണ്ടതാണ്. കാരണം എന്താണ്? ഇന്ത്യ ഒരു സമ്പദ് സമൃദ്ധിയുള്ള രാജ്യമാണ്. അത് നൂറ്റാണ്ടുകളെ സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മുടെ ഭാരതീയ ഭൂമിയും അതിന്റെ അന്തരീക്ഷവും ഒക്കെ കായികമായിട്ടായാലും ബൗദ്ധികമായിട്ടായാലും മറ്റേത് മേഖല എടുത്ത് പരിശോധിച്ചാലും നമ്മളെ വെല്ലുവിളിക്കത്തക്ക ശരി ഈ ആളുകളുടെയും കഠിനാധ്വാനം കൊണ്ടാണ് ഒരു രാഷ്ട്രമായി മാറുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പോൾ അണ്ണാക്കിലേക്ക് ഉരുട്ടി തള്ളുന്ന ചോറുണ്ടാക്കി തരുന്നത്, നെല്ലുണ്ടാക്കി തരുന്നത് ഇവിടുത്തെ കർഷകര്. ലോകത്തിലെ ഈ ഇന്ത്യ മഹാരാജ്യം ഒഴിച്ച് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രഥമ പൗരന്മാരായിട്ട് അവരെയാണ് അവിടെ കണക്കാക്കുന്നത്. ഇന്ത്യയിലോ നമ്മൾ കർഷകരെ വെറും കീടങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവരാണ്, കാറ്റിന് കൊള്ളാത്തവരാണെന്നുള്ള ഒരു ധാരണയിലാണ് നമ്മുടെ ഭരണകൂടം അവരെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡൽഹിയിലും മറ്റും കർഷക സമരം കണ്ടില്ലേ? ഈ പറയുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ഭഗീരഥ പ്രയത്നം ചെയ്യുന്ന കർഷകരെ അവിടെ വഴി നടക്കാൻ സമ്മതിച്ചില്ല. അവന്റെ ആവശ്യങ്ങൾ എന്താണ് ശരിക്കൊള്ളാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നേയില്ല. അവര് വരുന്ന വഴിയിലെ ബുൾഡോസർ കൊണ്ടിട്ട് അത് വഴി മുടക്കുന്നു, കമ്പിവേലി കിട്ടി ഇരിക്കുന്നു. അതുപോലെ തന്നെ കോൺക്രീറ്റ് ഘടകങ്ങൾ കൊണ്ടുവന്ന് വഴി തടയുന്നു. നോക്കണേ, നമ്മളെ ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവന്ന ഒരു ജനവിഭാഗമാണവര്. കഠിനാധ്വാനികളായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഞാൻ അവരെ കുറിച്ച് വളരെ അഭിമാനപൂർവ്വം 4 വരിയാണ് എഴുതിയിട്ടുണ്ട്. 4 വരിയല്ല എഴുതിയിട്ടുള്ളത്. ഒന്ന് ഞാൻ അവരെ കുറിച്ച് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വൺ പെൻഷൻ വൺ ഇന്ത്യ എന്നുള്ള ആ സങ്കല്പത്തിലേക്ക് വരുന്നതിന് വേണ്ടി പറയുന്നതാണ്. അന്നം വിളയിക്കും മല്ലവന്മാരല്ലയോ ഈ മണ്ണിനെ പ്രേമിക്കും കൃഷിവലന്മാർ. ജനകോടിയിലോ വിഷപ്പാട്ടിടുമ ഭഗീരഥന്മാരെ ആദരിച്ചിടുവിൻ. ഇത്രയും മഹത്തായ പ്രവർത്തനം ചെയ്ത് ഒരു രാഷ്ട്രത്തെ വിശപ്പില്ലാതാക്കി തരുന്ന അതിർത്തി രക്ഷാസേനയ്ക്ക് കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും നമ്മുടെ കർഷകർക്ക് കൊടുക്കണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഈ കർഷകൻ ചെയ്യുന്ന അതേ പണിയാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകളും ചെയ്യുന്നത്. ആരോഗ്യമുള്ള കാലത്ത്
അതായത് ആരോഗ്യമുള്ള ഒരു തലമുറയാണ് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാർക്കും അല്ലെങ്കിൽ MLA മാർക്കും MP മാർക്കും കഴിയാതെ പോകുന്നു. അവർ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ദാരിദ്ര്യം 100 മേനി കൃഷി ചെയ്യുന്നവരാണ്. നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തെ കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ആണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സേവനം. നമ്മൾ ശമ്പളം കൊടുക്കുന്നവരല്ലേ, നമ്മളെ ടാക്സ് കൊടുക്കുന്ന ജനതയാണ്, നമ്മൾ അവർക്ക് പിന്നെ തൊഴിൽ കൊടുക്കുന്നുണ്ട്, അവർക്ക് ആ തൊഴിലിന് ഉപരിയായിട്ട് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇവര് നമ്മുടെ സമൂഹത്തിലെ ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതേയില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് പറയുന്നത് ഈ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഒരു അനുച്ഛേദമുണ്ട്. അതിലെല്ലാവരും സ്ത്രീ പുരുഷ ഭേദമന്യേ ജെൻഡർ അല്ലെങ്കിൽ ലിംഗഭേദമന്യേ എല്ലാവരും തുല്യരാണെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനയിലാണ് നമ്മുടെ ആളുകൾക്ക് യാതൊരുവിധ പരിരക്ഷയും വയോജനങ്ങളായി കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അവന്റെ മജ്ജയും മാംസവും അതിന്റെ രക്തവും എല്ലാം ഊറ്റിയെടുത്തുകൊണ്ടാണ് നമ്മൾ പണിയുന്നത്. പണിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന് ജീവിക്കാൻ ആവശ്യമായ ശമ്പളം കൊടുക്കാറേയില്ല നമ്മുടെ സർക്കാരുകൾ. എന്നാൽ ഒരു പണിയും വലുതായിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, പിന്നെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മന്ത്രിമാരുടെ കഥ എടുക്കുക, MLA മാരുടെ കഥ എടുക്കുക. അവരുടെ ജോലി എന്താണ്? അവരുടെ ജോലി രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നത് തന്നെ വളരെ മോശമായ രീതിയിലാണ്. യാതൊരു വിവരവും നിയമത്തെ കുറിച്ച് ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ MLA മാരായിട്ടും MP മാരായിട്ടും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരു സൈക്കിൾ പഠിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അധ്വാനം നമ്മൾ ചെയ്ത് പരിശീലനം കിട്ടിയാൽ മാത്രമേ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റൂ. പക്ഷെ MLA MP ഒക്കെ ആകുന്നതിന് അങ്ങനെ ഒരു കാര്യവും വേണ്ട. ചുമ്മാതെ വർത്തമാനം പറയാനും ഇച്ചിരി ഭാഷ ഇച്ചിരി കൈകാര്യം ചെയ്യുന്നവരും ഇച്ചിരി കള്ളത്തരം കൊടുത്തതിനും കാണിക്കുന്നവരുടെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് സമൂഹത്തിന് വേണ്ടി ദ്രോഹം ചെയ്യാൻ എടുക്കാനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ പാർട്ടിക്കാരവനെ മെമ്പർഷിപ്പ് കൊടുക്കാൻ എടുത്തോളും. അവൻ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ജനങ്ങളുടെ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, അവരുടെ പട്ടിണി മാറ്റണം. അങ്ങനെയാണ് ഇന്ത്യയുടെ 25 വർഷത്തിന് ഇടയ്ക്ക് നമ്മുടെ പൗരന്മാരുടെ ദാരിദ്ര്യം അങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് MLA MP ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല ഒന്നാം തരം പെൻഷനായിപ്പോയി. കോളേജ് അധ്യാപകർക്കൊക്കെ UGC ശമ്പള സ്കെയിലാണ്. എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ വലിയ ശമ്പളമാണ് കൊടുക്കുന്നത്. പക്ഷേ കർഷകൻ കൊടുക്കാൻ നേരിട്ട് അവർക്ക് വലിയ വിഷമമാണ്. കർഷകന് 1600 രൂപ കൊടുക്കുന്നതിന് വലിയ പാടാണ്. ഇപ്പൊ ഒരു ധനകാര്യ സെക്രട്ടറി കോടതിയിൽ ചെന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ലേ? എന്താ പറയുന്നത്? അങ്ങനെ കൊടുക്കാൻ സ്റ്റേറ്റിന് അവകാശമില്ലെന്ന്. അതിനത് സാധ്യമല്ലല്ലോ. കാരണം സ്റ്റേറ്റിനല്ലാതെ പിന്നെ ആർക്കാണ് അവകാശമുള്ളത്? ഈ പറഞ്ഞ മഹാൻ വാങ്ങിക്കുന്ന പൈസ ആര് കൊടുക്കുന്നതാണ്? ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ കടയിലേക്ക് ചായ വാങ്ങിച്ചു കുടിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, ഉപ്പ് വാങ്ങിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, റേഷൻ അരി വാങ്ങിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ജീവിതത്തിലെ ഏത് മേഖലയിൽ ഇരുന്ന ഏത് കാര്യത്തിന് പോയാലും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് വാങ്ങിച്ചിട്ട് ഒരു ന്യൂനപക്ഷം വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ശമ്പളവും വലിയ പെൻഷനുമാണ്. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇവിടെ സർക്കാരുകൾ കഴിയാതെ പോകുന്നതല്ലേ ഇതിന് കാരണമായിട്ട് വരുന്നത്. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഈ പറയുന്ന ഒരു തൊഴിൽ കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ ഇയാളുടെ പെൻഷന്റെ ആവശ്യമുണ്ടോ? ഒരു തൊഴിൽ എല്ലാ വീട്ടിലും തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടെ ഖജനാവി പണം ഇല്ലാഞ്ഞിട്ടാണോ? ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അവർക്ക് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും അവരുടെ വാർദ്ധക്യകാലം, വയോജനങ്ങളുടെ കാലം വളരെ സുഖമായിട്ട് അവർക്ക് ജീവിച്ചു പോകാൻ കഴിയും. ഒരു ഭരണകൂടത്തെ കുറിച്ച് ഭരണത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല. നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ കൊള്ളരുതായ്മ ഭരണതലത്തിൽ രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മൾ ഭരണം ഏൽപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇവിടുത്തെ പരമാധികാരികളായിട്ടുള്ള ജനങ്ങളാണ് ഭരണം ഏറ്റെടുക്കേണ്ടത്. അപ്പൊ ഞാൻ അതിനെ പറയാറുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ഡിമോ എന്നാൽ ജനങ്ങൾ, ക്രേസി എന്നാൽ ഭരണം, ജനങ്ങളുടെ ഭരണം. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു നിയമബോധമില്ലാത്തവന്മാരെയാണ് നമ്മൾ MLA മാരാക്കുന്നത്. ഞാൻ സൈക്കിൾ പഠിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, കുറഞ്ഞപക്ഷം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാഥമിക പാഠങ്ങളെങ്കിലും പഠിക്കുന്നവരെ വേണം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും പറഞ്ഞയക്കേണ്ടത്. അതല്ലാതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അടിയിടിയും കൊലപാതകവും നടത്തുന്നവനെ ആണ് നമ്മൾ വിടുന്നതെങ്കിൽ നമ്മുടെ ഗതികേട് ഇതിനേക്കാൾ വലിയ ഗതികേട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ 1 India 1 പെൻഷൻ എന്നുള്ളത് ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ ഒരു സങ്കല്പമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരെയും സമശിഷ്ടന്മാരായിട്ട് കാണുക, തുല്യരായിട്ട് കാണുക. നമുക്ക് മേലെ അങ്ങനെ ഒരു വിഭാഗമില്ല, നമുക്ക് കീഴെ അങ്ങനെ ഒരു വിഭാഗമില്ല. പണക്കാരനും പാവപ്പെട്ടവനായിട്ട് ഇവിടെ ആരും ജനിക്കുന്നില്ല. അവരൊരു നവജാത ശിശുവായിട്ടാണ് ഒരാൾ ഇവിടെ ജനിക്കുന്നത്. പണക്കാരനെയും പാവപ്പെട്ടവനെയും നിർമ്മിക്കുന്നത്, സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്ഥിതി മാറ്റണം.
ഇവിടെ പെൻഷൻ എന്നുള്ളതിനകത്തും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടുത്തെ ജനങ്ങളുടെ ഈ വാർദ്ധക്യകാലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവന് വാർദ്ധക്യകാലം വരുന്നത്? നമ്മൾ ജനിക്കുമ്പോൾ ഒരു നവജാത ശിശുവായിട്ട് ജനിക്കുന്നു. അവന്റെ ജീവിതത്തിൽ 4 ദശാഘട്ടങ്ങളുണ്ട്. അതൊന്നാണ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിലുള്ള ഏറ്റവും സുവർണ കാലഘട്ടമാണ് വിദ്യാഭ്യാസാനന്തരം ഒരു തൊഴിൽ, യൗവന കാലഘട്ടം. ഈ യൗവന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെയോ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് അത്ര ജോലി ചെയ്ത് പണം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുകയാണ്, ടാക്സ് ഉൾപ്പെടെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം അവൻ പെൻഷനായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ അവന്റെ കോശങ്ങളെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കും. അവന് പല വിധത്തിലുള്ള രോഗങ്ങളെല്ലാം ഇങ്ങനെ വന്ന് പിടിവിട്ടുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് സമീകൃത ആഹാരമല്ല, നമ്മൾ കഴിക്കുന്നത് ബാലൻസ്ഡ് ഫുഡേ അല്ല. അപ്പം എങ്ങനെ നോക്കും? ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത ഈ പാവപ്പെട്ട ഒരു സമീകൃത ആഹാരം ഇവിടെ നിൽക്കും. ഈ സമയത്ത് 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾ. അപ്പൊ ഞാനൊരു വയോജനത്തിനകത്ത് വരുന്ന ആളാണ്. നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് നമ്മളെ അത് കീഴ്പ്പെടുത്തി കളയും. എന്തുകൊണ്ടാണ്? പ്രതിരോധ ശക്തി ഇല്ല. അപ്പൊ പ്രതിരോധ ശക്തി ഉണ്ടാക്കി തരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വാർദ്ധക്യകാലത്ത് എന്തെങ്കിലും ഇനി നല്ല ആഹാരം വാങ്ങിച്ചു കഴിക്കാനുള്ള ഒരു പെൻഷൻ വേണം. മിനിമം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നോക്കിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു പുരോഗതി അളക്കുന്നത് സാധാരണഗതിയിൽ സ്ത്രീകളുടെ ആയുസ്സും ആരോഗ്യവും നോക്കിയിട്ടാണ്. നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പരിരക്ഷ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അമ്മമാർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള പെൻഷനാണോ കൊടുക്കുന്നത്? ആരെങ്കിലും പെൻഷൻ കൊടുക്കുന്നവർക്ക്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങിക്കാത്ത, നോക്കുകൂലി വാങ്ങിക്കാത്ത ഒരേ ഒരു ദൈവമാണ് അമ്മ എന്ന് ഞാൻ പറയും. അതാ, നോക്കുകൂലി വാങ്ങിക്കാത്ത ഏക ദൈവം അമ്മയാണ്. അവർക്ക് ഒരു പെൻഷൻ ഇതുവരെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. അവർക്ക് ഏർപ്പെടുത്തണം. അവര് ചെയ്യുന്ന ജോലിയുടെ ഏതാണ്ട് അതിന്റെ മൂല്യം നിശ്ചയിക്കാനൊക്കില്ല. ആ മൂല്യം നിശ്ചയിക്കാത്ത ആ സ്ത്രീകൾക്ക് വാർദ്ധക്യകാല പെൻഷൻ 1600 രൂപയാണ് കൊടുക്കുന്നത്. ഈ 1600 രൂപ കൊടുത്തിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? ഈ കേരളം മുടിഞ്ഞെന്നാ പറയുന്നത്. ആര് കുടിച്ച്? ഇവിടുത്തെ പെൻഷൻകാരാണോ കുടിച്ചത്? പെൻഷൻകാർക്ക് പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ടാണോ? ഇവിടെ ധാരാളം പൈസ നമ്മൾ ഇത് വരുന്നുണ്ട്, നമ്മുടെ ഖജനാവിലേക്ക് എത്തുന്നുണ്ട്. ആ പൈസ മുഴുവനും ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് പ്രത്യുൽപാദനപരമല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ആണ് ഈ പൈസ എല്ലാം ഉപയോഗിക്കുന്നത്. ഒരൊറ്റ പദ്ധതിയും കൃത്യസമയത്ത് നടപ്പിലാക്കത്തില്ല. പദ്ധതികൾ കൊണ്ടുവരുന്നതെല്ലാം അതിന്റെ പരിധിയിലേറെ പണവും പോക്കറ്റിലാക്കിക്കൊണ്ട് കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെ തന്നെ പാർട്ടിക്കാരും കൂടെ കൊണ്ടുപോകാം, സംഭാവനയായിട്ടും അല്ലാതെയൊക്കെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിനെല്ലാം ഇവിടെ പണമുണ്ടല്ലോ. എന്തുകൊണ്ട് വൺ പെൻഷൻ, വൺ ഇന്ത്യ പെൻഷൻ, വൺ ഇന്ത്യ പെൻഷൻ അത് കൊടുക്കാൻ ഇവിടെ പണം ഇല്ലാഞ്ഞിട്ടല്ല. തീർച്ചയായിട്ടും പണമുണ്ട്. തീർച്ചയായിട്ടും അതിന് വിചാരിച്ചാൽ പണമുണ്ട്. ഞാൻ മുഖ്യമന്ത്രി പിണറായിയുടെ ഓഫീസിൽ ചെന്ന് നിവേദനം കൊടുത്ത് അതുപോലെ അവർക്ക് ഒരു 10,000 രൂപ വെച്ച് കൊടുക്കണം എന്നതാണ് അന്ന് ഞാൻ പറഞ്ഞത്. എന്നെ 2018 ഒറ്റയാൾ സമരം അവിടെ നടത്തിയത്. അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ വാർദ്ധക്യകാലം സുഖകരമായി കൊണ്ടുപോകുന്നതിന്, രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുത്തതിന് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. അവരുടെ വാർദ്ധക്യകാലം ഇനിയുള്ള തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ അവർക്ക് നിലനിൽക്കാൻ, അവരുടെ ജീവിതം നിലനിർത്താൻ, അവർക്ക് വലിയ മാളിക വെച്ച് ജീവിക്കാനല്ല, ഒരു പാരസെറ്റാമോൾ പോലും വാങ്ങിച്ച് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ആ പെൻഷൻ കിട്ടാൻ, ഞാൻ എന്റെ ഒരു പെൻഷന്റെ കർഷക പെൻഷൻ എനിക്കും കിട്ടുന്നുണ്ട് 1600. ഈ 2 മക്കളുണ്ടെന്ന് വിചാരിച്ച് അവരെ കല്യാണം കഴിച്ചയച്ചാൽ അവരുടെ കയ്യിൽ നമുക്ക് പൈസ വാങ്ങിക്കാൻ ഒക്കില്ല, അവരോട് ചോദിക്കാൻ ഒക്കത്തില്ല. പക്ഷേ അവർക്ക് 1600 രൂപ കൊടുക്കുന്നതിന് ഇവിടെ പണം ഇല്ലാഞ്ഞിട്ടല്ല. എവിടെ പോയി പണം? ഇവിടെ പണമുണ്ട്, നാനാതരത്തിലാണ്. അവസാനം ഇപ്പൊ എന്താണ് കണ്ടിരിക്കുന്നത്? റിപ്പർ ചന്ദ്രന്റെ പണിയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത്. എന്താണ് റിപ്പർ ചന്ദ്രൻ ചെയ്തത്? തന്റെ ഇരയെ വേട്ടയാടുന്നതിന് വേണ്ടി അവനെ ആദ്യമേ ചെയ്യുന്നത് അവന്റെ തലയ്ക്ക് അടിക്കുകയാണ് ചുറ്റി വെച്ച്. 2-3 അടി കൊടുക്കുമ്പോഴത്തേക്ക് അവൻ പച്ച അടി കൊണ്ട് നിരത്തി വീഴാം. അപ്പൊ അവന്റെ പിന്നെ ഓർമ്മ നഷ്ടപ്പെട്ടു. അവന് തലച്ചോറടിച്ച് തകർക്കുന്ന പോലെയാണ് ഇവിടെ ഈ ലാഭത്തിന് വേണ്ടി ലഹരി വിൽക്കുകയാണ്, മദ്യം വിൽക്കുകയാണ്. മദ്യം വെച്ച് ലാഭം ഉണ്ടാക്കാൻ ഏത് ഭരണഘടനയിലെ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 47 പറയുന്നുണ്ട്, മദ്യം വിൽക്കാൻ, ഉത്പാദിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അത് ശിക്ഷാർഹമാണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 47 അനുസരിച്ച് ഈ മദ്യം ഉത്പാദിപ്പിക്കാം, ഈ മരുന്ന് ഉത്പാദിപ്പിക്കുന്ന ആളുകൾക്ക്, അതായത് വൈദ്യന്മാർക്കോ ഡോക്ടർമാർക്കോ അത് ഉത്പാദിപ്പിക്കാം. അത് ചില മാനസിക രോഗങ്ങളുടെ മരുന്നിന്റെ ഒരു ഘടകമായിട്ട് ഉപയോഗിക്കാം. എന്നല്ലാതെ അവർക്ക് മദ്യം ഉണ്ടാക്കി മദ്യമായിട്ട് വിൽക്കാൻ പറ്റില്ല. മരുന്നിന്റെ ഇൻഗ്രീഡിയൻസിൽ ഒന്നായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ പൗരന്മാരുടെ, നമ്മുടെ കൊച്ചു കുട്ടികളെ വരെ പിന്നെ ഈ മദ്യത്തിന്, ലഹരി പദാർത്ഥം, ലഹരി തൻ കവറേജ് ഇല്ലാത്ത 1 ഇഞ്ച് ഭൂമിയും ഒരു തുള്ളി രക്തവും ഈ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവും. ലഹരി സാർവത്രികമായ ലഹരിയാണ്. അപ്പൊ ആ വിധത്തിലും ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ നമ്മുടെ ജനങ്ങളുടെ മുഴുവൻ ആരോഗ്യവും അവന്റെ എല്ലാ ശേഷിയും കേമുഷിയും തകർത്ത് തരിപ്പണമാക്കുകയാണ്. എന്നിട്ടും അഭിമാനപൂർവ്വം ഒരു നയം സ്വീകരിച്ചിരിക്കുന്ന വ്യവസായ,
ആണ് കൂടി. ഇതൊരു വ്യവസായമല്ല, മദ്യ വ്യവസായമല്ല. എന്തുകൊണ്ട്? അത് മൂലധനങ്ങൾ മുടക്കുന്നതിന് പണം ലാഭം കിട്ടണം, മര്യാദയാണ്. 2, അത് ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. 3, സ്റ്റേറ്റിനൊരു വരുമാനം തരണം. അങ്ങനെയാണ് ഒരു വ്യവസായം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് സർക്കാർ ആലോചിക്കേണ്ടത്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഉണ്ടാക്കുന്നതിന് ലാഭം, അതുപോലെ തന്നെ ഇടനിലക്കാരന് ലാഭം, അത് കുടിക്കുന്നതിന് ശവപ്പെട്ടിയാണ് ബോണസ്. അവന്റെ ആരോഗ്യം തകർത്ത് തരിപ്പണമാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരുകള് നമുക്ക് വേണ്ടത്ര പരിഗണന തരുന്നില്ല. അപ്പൊ ഞാൻ നീണ്ടുപോകുന്ന പ്രസംഗം എനിക്ക് തോന്നുന്നു. അതായത് ഈ കാര്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ, അതായത് നമ്മുടെ ആരോഗ്യമാണ് പരമപ്രധാനം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഞാൻ പറയുന്നത് ആരോഗ്യധനം സർവ്വധനാൽ പ്രധാനം എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം, ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ഡോക്ടർ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, ഇൻ ദ ഗെയിം ഓഫ് എ ലൈഫ് യു ആർ ദ കോച്ച്, യു ആർ അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ യുവർ ഹെൽത്ത്. ഈ ആരോഗ്യത്തെ നിലനിർത്താത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വാർദ്ധക്യകാലത്ത് സമ്പൂർണ്ണ രോഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവർക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇന്നത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അനുസരിച്ച് ഇവിടെ പണമില്ലെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ നിവർത്തിയില്ല. ഇവിടെ കോടീശ്വരന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ ശിശുലാക്കിക്കൊണ്ടിട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഒരാളുടെ കയ്യിൽ ആയിരക്കണക്കിന് വന്നിരിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ് ലക്ഷങ്ങൾ പെൻഷൻ അവർ വാങ്ങിക്കുന്നത്? ഇതൊക്കെ അനീതി, അക്രമമാണ്. സമൂഹത്തെ നേരെ ചൊവ്വേ നോക്കിക്കണ്ട് ക്ഷേമത്തിലേക്ക് നയിക്കാനുള്ള അലംഭാവമാണ്, ഭരണഘടന ലംഘനമാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പട്ടിണി ഇല്ലാതെ കിടക്കാനും പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് ഭൂമിയില്ലാത്ത ശവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കള പൊളിച്ച് അവിടെ അടക്കേണ്ട ഒരു ഗതികളാണ് ഈ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്നത്. അറിയാമോ എന്തുകൊണ്ടാണ്? അത് ഭൂമി ഇല്ലായിട്ടാണ്. ഇവിടെ 3 സെന്റ് ഭൂമിക്ക് വേണ്ടി നമ്മൾ തേരാപ്പാര നടക്കുകയാണ്. പാർട്ടിക്കാരുടെ കാല് പിടിക്കുകയാണ്. 4 ലക്ഷം രൂപ എന്ന അവന്മാരുടെ പകുതി അങ്ങ് വാങ്ങിച്ചെടുക്കുകയാണ് പല ഘട്ടങ്ങളിലായിട്ട്. സംഭാവന എന്നും പറഞ്ഞിട്ട് മറ്റേതും മറിച്ചുമൊക്കെ തന്നെ. അപ്പം ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് വാസ്തവത്തിൽ ഇവിടെ തെണ്ടികളെ ഉണ്ടാക്കുന്നത്. നമ്മളല്ല. നമ്മൾ അധ്വാനിച്ച് നമ്മുടെ എല്ലാവിധ സർവ്വശക്തി ഉപയോഗിച്ച് ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് ഈ രാഷ്ട്രത്തെയും അത് നയിക്കുന്ന ഇത്തരം നമ്മുടെ ഭരണാധികാരികൾക്കും കൊടുത്തിട്ടും അവർക്ക് ജനങ്ങളെ കാണാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ വാർദ്ധക്യകാലത്ത് ആരോരുമില്ലാതെ 3 വഴിയുടെ സഹായം പോലും ചെയ്യാൻ കഴിയാതെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ആളുകൾ ഇവിടെ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പൊ ഇതിന് മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ എല്ലാം ആർട്ടിക്കിൾ 14 അനുസരിച്ച് ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ വോട്ട്, അതാണ് വേറൊരു സംഭവം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ വോട്ട്. അതിനകത്ത് ടാറ്റായും ബിർളായും ഗോയത്തായും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒന്നുമില്ല. എല്ലാവരും തുല്യരാണ്. അധികാരത്തിന്റെ കാര്യത്തിലായാലും അതുകൊണ്ട് തന്നെയാണ്. അവകാശങ്ങളുടെ കാര്യത്തിലും നമ്മളെല്ലാം തുല്യരാണ്. എന്തുകൊണ്ട് ഈ സോഷ്യലിസവും കമ്മ്യൂണിസം ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞവന്മാര് എന്തുകൊണ്ടാണ് നമ്മുടെ ജനങ്ങളെ നേരെ രൂപയെ ഭരിക്കാൻ തയ്യാറാകാത്തത്? ഇവരുടെയൊക്കെ പാർട്ടി ഓഫീസൊക്കെ എനിക്കറിയാം. ഞാനതിനകത്ത് 26 വർഷം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്തിയ ആളാണ്. മനസ്സിലായോ? 26 വർഷം. ഇപ്പോഴും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എങ്ങനെയുള്ള കൊടിയുടെ രാഷ്ട്രീയമല്ല, ഇവിടുത്തെ വടിയുടെ രാഷ്ട്രീയമല്ല ഞാനിപ്പോ നടത്തുന്നത്. എന്റെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്. അഴിമതി, സാർവത്രികമായ അഴിമതി, അടിമുടി അഴിമതി. എന്തുകൊണ്ട് അഴിമതി വന്നു ചേരുന്നു? അഴിമതിയാണ് ഒരു രാഷ്ട്രത്തിന്റെ ക്യാൻസർ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക്, ഇത് വികസനത്തിന്റെ കടക്കെ കത്തിവെക്കുന്ന ഏർപ്പാടാണ് ക്യാൻസറാണ് അഴിമതി. അഴിമതി കാണിക്കാതെ ഇവിടെ ഭരിക്കാനുള്ള എല്ലാ നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നിയമവും കർക്കശമായി നടപ്പിലാക്കാത്ത, ഏത് തരത്തിലുള്ള അഴിമതി നടത്തിയാലും അവരെ നിലനിർത്തുന്നതിന്, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഭരണവും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പല്ലിലൂടെയാണ് ടാറ്റായും ബിർളായും ഗോയങ്കായും ഒക്കെ ഈ പണം ഇത്രയും ഉണ്ടാക്കുന്നത്. ആ രാഷ്ട്രീയക്കാർ തന്നെ എന്താണ് 15 ലക്ഷം രൂപ നമുക്ക് പറഞ്ഞൊരു പൈസ ആണെന്നോ? ഈ പറയുന്ന കക്ഷികളുടെയൊക്കെ പണം സ്വിസ് ബാങ്കിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? നമ്മളെ ചോദിക്കാനുള്ള തന്നെ നമുക്ക് ഇല്ല. പൗരന്മാരായിട്ട് വെറുതെ നടക്കുകയാണ്. പൗരന്മാർക്ക് പൗരബോധമില്ല, നിയമാവബോധമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്തരം കാര്യങ്ങളോട് പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വേണം. 1 ഇന്ത്യ 1 പെൻഷൻ എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. പൗരന്മാരെ സംരക്ഷിക്കുക. അവരുടെ വയോജന കാലഘട്ടം വരുമ്പോൾ, വാർദ്ധക്യ കാലഘട്ടം വരുമ്പോൾ അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും അവരെ സ്റ്റേറ്റ് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. അവിടെ ഈ പറയുന്ന IAS IPS മാത്രം വിചാരിച്ചാൽ ഇവിടെ ഒരു കാര്യം നടക്കില്ല. അവർക്ക് ഉണ്ടണമെങ്കിൽ തന്നെയും, അവർക്ക് അന്നം കഴിക്കണമെങ്കിൽ തന്നെയും ഇവിടുത്തെ പാവപ്പെട്ട 14 കോടി ജനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പക്ഷെ സ്വയം പര്യാപ്തത കൊണ്ടുവന്നത് അവരാണ്. അവരെ അപ്പൊ എല്ലാ മേഖലയിലും സംഘടിത തൊഴിലാളികൾക്ക് മാത്രമല്ല, അല്ലാത്ത തൊഴിലാളികളും തൊഴിലൊന്നും ഇല്ലാതെ അങ്ങനെ അംഗവൈകല്യം വന്ന ആളുകളുടെ കൂടെ അവർക്ക് കൊടുക്കണം. അമ്മമാര് ഉണ്ട്, വിധവന്മാരുണ്ട്. ഇവരുടെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് സ്റ്റേറ്റാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ കയറി ഇരിക്കുന്നതാണ് ഭരിക്കാനായിട്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നാടുകൾക്കും നാട് ഭരിപ്പാനാകും.
വീട് ഭരിക്കാനോ നാരികൾ തന്നെ വേണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വീട് ഭരിക്കാൻ ആര് വേണം? സ്ത്രീകൾക്ക് തന്നെ ഉണ്ടെങ്കിൽ ഇവരോട് ബഡ്ജറ്റിനനുസരിച്ച്. ദാരിദ്ര്യ രാഷ്ട്രമാണെങ്കിലും ദരിദ്രവാസികളുടെ നാടാണെങ്കിലും അവർക്ക് കിട്ടുന്ന പൈസ വെച്ച് ആ വീട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ സ്ത്രീകളുടെ ഒരു കഴിവാണ് അവിടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഭരിക്കാൻ കയറിയിരിക്കുന്നതിന് എന്താണ്, ഈ നാട്ടിലെ പ്രശ്നങ്ങൾ കൂലങ്കഷമായി പഠിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും IAS IPS പറയുന്ന കേട്ടുകൊണ്ട് മാത്രം ഭരിക്കാനൊക്കെ ഇല്ല. ഭരണം ഒരു കലയാണല്ലോ. അതൊരു തരം ഒരു യുദ്ധം പോലെയാണ് പറയും. ഞാൻ പറയുന്നത് ഭംഗിയായിട്ട് ഭരണം എന്നാൽ ഭംഗിയായിട്ടുള്ള ഒരു ഭരണമാണ്, യുദ്ധമാണ്. അതായത് ഇല്ലാത്തവനെ ഉള്ളവനാക്കി മാറ്റുക. ഉള്ളവന്റെ കയ്യിൽ നിന്ന് അധികം വരുന്ന കള്ളത്തരത്തിലൂടെ, കാപട്യത്തിലൂടെ, ചൂഷണത്തിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണം പിടിച്ചെടുക്കണം. അത് സ്റ്റേറ്റിൽ അതിന് അവകാശപ്പെട്ടതാണ്, അതിന്റെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതായത് ആർട്ടിക്കിൾ 39B&C എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് അനധികൃതമായ സമ്പത്ത് ഇവിടെ കിടക്കുന്നത് പിടിച്ചെടുത്താൽ തന്നെ ഈ 1 India 1 പെൻഷൻ എന്നുള്ളത് അവർക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് 15 ലക്ഷം ഒന്നും വേണ്ട, നമുക്കൊരു 20,000 രൂപ പ്രതിമാസം ഈ പാവപ്പെട്ട സ്ത്രീകൾക്കും അമ്മമാർക്കും അതുപോലെ തന്നെ ഈ കർഷകർക്കും കൊടുക്കാൻ ഇവിടെ ഉണ്ടല്ലോ. പണം കഴിഞ്ഞിട്ടാണോ? പണമുണ്ട്. പദ്ധതികൾ കൊണ്ടുവരുന്നത് മോഷ്ടിക്കാനായിരിക്കരുത്, പാർട്ടി ഓഫീസ് ഉണ്ടാക്കാനായിരിക്കരുത്. അത് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങളുണ്ട്. ഞാൻ എന്റെ ഒരു സംഘടനയുടെ നെറ്റ്വർക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഔദാര്യമല്ല ഒരു അവകാശവും എന്ന് ഭരണാധികാരികൾ അറിഞ്ഞിരിക്കണം. പെൻഷൻ തരുന്നത് ഔദാര്യമല്ല, ഭരിക്കാൻ കയറി വരുന്നവർ ഒരു കിറ്റ് തരുന്നതല്ല ഭരണം. സദ്ഭരണം എന്ന് പറഞ്ഞാൽ മദ്യം ഉണ്ടാക്കി കൊടുത്ത് ബഗാസുരനെ പോലെ മദ്യം ഉണ്ടാക്കി കൊടുത്തിട്ട്, ബഗാസുരൻ മദ്യം ഉണ്ടാക്കുന്ന ആളല്ലെങ്കിലും മനുഷ്യനെ ഭരിക്കുന്ന ഒരു നരഭോജിയാണ്. അയാൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളെയാണ് കൊല്ലുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഈ മദ്യ നയം കൊണ്ട് ഒരു ദിവസം എത്ര പേരാണ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതും കൊലപാതകങ്ങൾ നടത്തുന്നതിനും. കേരളത്തിലെ 90% അപകടങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഉത്തരവാദി ഈ മദ്യമാണ്. മദ്യനയം നമ്മുടെ പാതയെ എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ അമ്മമാര് കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തിയതിനു ശേഷം ഇത് മദ്യ ലോബിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോബികൾക്ക് വേണ്ടി കുരുതിക്ക് കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ട് അമ്മമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവര് എന്താ പറയുക, അച്ഛനമ്മമാർ തൻ താളം തെറ്റിയ തൻ മക്കളൊക്കെയും താളം തെറ്റിയിടും എന്നൊരു പാഠഭേദമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിയമം, ഉത്തമ പൗരന്മാരുള്ള ഒരു നാട്ടിലെ ക്രമസമാധാനം ഉടമ്പീടുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ അട്ടിമറിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻപിച്ച തോതിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ചൂഷണമല്ലാതെ മറ്റൊന്നുമില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും ചൂഷണം. ഇപ്പൊ ദേശീയ പ്രാദേശിക ഭരണകൂടങ്ങളുടെ മിനിമം പരിപാടി ചൂഷണമാണ്. ആ ചൂഷണം ചെയ്യുന്നത് ആര് കൊണ്ടുപോകുന്നു? ഇവിടുത്തെ സാധാരണക്കാരൻ കൊടുക്കുകയാണോ, പെൻഷൻ കൊടുക്കുകയാണോ? അല്ല. അതുകൊണ്ട് ഈ പെൻഷൻ സമ്പ്രദായം ഒന്നിലെ അത് ഏകീകരിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ പെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാർ ഒരു പൈസ തരേണ്ട, നമുക്ക് ഒരു തൊഴിൽ കൊടുക്കുക. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആർട്ടിക്കിൾ 47 നടപ്പാക്കാത്തത്. അതുകൊണ്ട് പെൻഷൻ നമ്മുടെ ഒരു അവകാശം തന്നെയാണ്, ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതല്ലാതെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇരുന്ന് കൈ കഴിയാൻ പാടില്ല. ഇപ്പൊ തന്നെ നമ്മുടെ നിയമസഭയിലെ ഒരു പരിപാടി ഇപ്പൊ നടന്നു. ആരോട് ചോദിച്ചുകൊണ്ടാണ് ഈ മന്ത്രിമാർക്കും അതുപോലുള്ള അവരെ സഹായിക്കുന്ന സിബന്ധികൾക്കും ഒക്കെ ശമ്പളം കൂട്ടിയത്? ഇവിടെ ഏതെങ്കിലും ഒരു കരിയില ഇണങ്ങണമെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ഇവിടുത്തെ വോട്ടർമാരാണ്, സമ്മതിദായകരാണ്. അവരാണ് ഇവിടുത്തെ അധികാരദാതാക്കൾ, അവരാണ് ഇവർക്ക് അന്നം കൊടുക്കുന്നവർ. ആ നിലയിൽ ജനങ്ങളെ അംഗീകരിക്കാതെ, ജനങ്ങളോട് സമ്മതിക്കാതെ, ചോദിക്കാതെ, പറയാതെ ഓരോരുത്തരും അവിടെ നിന്ന് ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്നു ഇറങ്ങി പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം. നമ്മൾ എന്ത് ചെയ്യണം? ആശയപരമായിട്ട് നമ്മൾ ആയുധകാരികളായി മാറി മതിയാകും. ഈ അഴിമതിക്ക് അറുതി വരുത്തണമെങ്കിൽ ഉടനെ 1 India 1 പെൻഷൻ എന്ന് പറയുന്ന ആശയം ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങളുടെ അവകാശത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാവണം. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇന്ത്യയെ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. വി ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇന്ത്യക്കാർ നിയമം മൂലം സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് ഇവിടെ. ആ ഭരണകൂടത്തിൽ ഭരിക്കാൻ കയറുന്ന ആരായിക്കോട്ടെ, ഏത് പാർട്ടിക്കാരായിക്കോട്ടെ. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഈ പാർട്ടിക്കാരെ മേലിൽ അധികാരത്തിലേക്ക് ഏറ്റരുത്. മറിച്ചോ നമ്മളോട് ഒപ്പം നിൽക്കുന്ന വിശ്വസ്തരായിട്ടുള്ള ജനങ്ങളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ വാർഡിലേക്ക് ഒരു മെമ്പറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനുമില്ലാതെ അടയാളമില്ലാതെ ജനങ്ങളുടെ അടയാളം ജനാധിപത്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരാളെ ജയിപ്പിച്ചുകൂടാ? അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നിടത്ത് നിൽക്കില്ലേ? ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വോട്ടും വാങ്ങിച്ച് അധികാരത്തിലേറിയിട്ട് പാർട്ടി ഓഫീസിൽ പോയി പാർട്ടിക്കാർ പറയുന്നത് നടപ്പിലാക്കുകയാണോ ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഈ ഭരണകൂടത്തിൽ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? അവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ജനങ്ങളുടെ പ്രതിബദ്ധതയുണ്ടോ? അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോരാടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ അവകാശമാണ്.
പോരാട്ടത്തിലൂടെയാണ് ഈ രാജ്യം ഈ നിലയിലെത്തിയിരിക്കുന്നത്. ലോകം ഈ നിലയിലെത്തിയിരിക്കുന്നത് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ്. നമ്മുടെ പൂർവികന്മാർ നടത്തിയ നിരന്തരമായ നിസ്സന്തരമായുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ ലോകരാഷ്ട്രം ഇങ്ങനെ മാറിയിരിക്കുന്നത്. അത് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുവാനും ഖജനാവിൽ കിടക്കുന്ന പണം മോഷ്ടിക്കാനുള്ളതല്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരു 4 വരി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ബഹുജനഹിതായ ഭരണം, ബഹുജന സുഖായ സേവനം. എന്താണ് ബഹുജനഹിതായ ഭരണം, ബഹുജന സുഖായ സേവനം. ബഹുജന ധന സഞ്ചയം ഖജനാവ്, ഖനന്മാർക്ക് കവർന്നീടാനുള്ളതല്ല. പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, വികസനം കൊണ്ടുവരേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ഇതിനൊന്നും കഴിവില്ലെന്നുണ്ടെങ്കിൽ ആ കസേരകളിൽ ഇരിക്കാൻ ഇവർക്ക് ആർക്കും അവകാശമില്ല. അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്നതിന് ഇവിടെ സർക്കാർ വേണോ? അവർക്ക് നമ്മൾ നികുതി കൊടുക്കണോ? നമ്മളത് ആലോചിച്ച് നോക്കണം. നമ്മൾ നേരം എടുക്കുമ്പം കൈതടിക്കുവാനായി ചോദ്യം ചെയ്തതിനു ശേഷം കാണുന്നതിന് ദാനം കൊടുക്കാനുള്ളതല്ല ഇത്. നമ്മുടെ വോട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ രക്ഷാകവചമാണ്. ജനാധിപത്യത്തിലെ വോട്ടും അതുപോലെ തന്നെ നോട്ടും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ. ഇത് ആർക്കെങ്കിലും വന്ന് കരഞ്ഞു പിടിച്ച് പറയുമ്പോ അത് ദാനം കൊടുക്കാനുള്ളതല്ല. നമുക്ക് വേണ്ടി നമ്മളുടെ ഒരു ഏജന്റിനെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഏജന്റ് പോരാ. ഏജന്റ് എന്ന് പറഞ്ഞാൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അവന് ജനങ്ങളോട് യാതൊരു പ്രതിനിധിയും നടത്തില്ല. നമ്മളിപ്പോ കിടക്കാൻ വിളിക്കുന്ന ഒരുത്തൻ ശരിയായ രീതി കിടക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ പിരിച്ചുവിടാം. നമ്മുടെ പൈസ കൊടുക്കുന്നതാണ്. അതുപോലെ MLA-മാരും MP-മാരും മന്ത്രിമാരും ആരും ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരെ നിന്ന് നമുക്ക് സേവനം കിട്ടിയില്ലെങ്കിൽ അവരെ നമുക്ക് പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്. അവരെ അഴിമതി കാണിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള അവകാശവും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശക്തമായി നമുക്ക് മുന്നോട്ട് പോകണം. കൂട്ടായ്മയോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ മാത്രമല്ല, ഒരു സാമൂഹിക സാംസ്കാരിക വിപ്ലവം നടക്കേണ്ടതായിട്ടുണ്ട്. ഈ കൈയടക്കി വെച്ചിരിക്കുന്ന, കവർന്നെടുത്ത് വെച്ചിരിക്കുന്ന ധനം മുഴുവനും പിടിച്ചെടുക്കുകയും ഇല്ലാത്തവനെ കിടക്കാൻ എന്താണ് ഭൂമിയില്ലാത്ത ഇതുകൊണ്ടാണോ ഇന്ത്യ രാജ്യത്ത് ഭൂമിയില്ലാത്തതാണോ? സ്വന്തം നാട്ടിൽ അലവരാതി പോലെയാണ് നമ്മുടെ ജനങ്ങളെ കാണുന്നത്. സ്വന്തം നാട്ടിൽ അവർ അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. ഭൂമി ഇല്ലാത്തത് കൊണ്ടല്ല. അവർക്ക് എന്തുകൊണ്ട് ഒരു ദേശീയ ഭൂഭക്ഷണ നിയമം കൊണ്ടുവന്നുകൂടാ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഏറ്റെടുക്കാൻ ആര് തയ്യാറാവണം? ഈ വയോജനങ്ങൾക്ക് സമയമുണ്ട്, രോഗികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറരുത്. അവരുടെ രോഗം മാറ്റാൻ നമുക്ക് സമീകൃത ആഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പദ്ധതികളൊക്കെ ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. വാർദ്ധക്യകാലത്ത് കിടന്ന് ദുരിതപ്പെടാതെ, മനസ്സിലും മൂത്രത്തിലും കിടന്ന് ഉരുളാതെ, അങ്ങനെ ഉരുണ്ടാലോ ഒക്കെ നമ്മൾ തീച്ചൂളലിരുന്ന് ഇവിടെ കിടന്ന് വിഷമിക്കുകയായിരുന്നു. ഞാൻ പല കളക്ടർമാരെ വിളിച്ചു പറഞ്ഞു, തിരുവനന്തപുരത്ത് DIJ വിളിച്ച് ഞാൻ പറഞ്ഞു, പല ആളുകളെ ഞാൻ വിളിച്ചു പറഞ്ഞു, അവർക്ക് ഗ്ലൂക്കോസ് കൊടുക്കണം, അവർക്ക് എന്തെങ്കിലും മരുന്നിന്റെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം, പഞ്ചായത്തിനെ അതിന് ചുമതലപ്പെടുത്തണമെന്നാണെങ്കിൽ ഒരു മന്ത്രിയും ഒരുത്തനും ശ്രദ്ധിച്ചതേ ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ രോഗവിമുക്തി വരുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാകും. ഈ ഓൾഡ് ഈ സ്പോട്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ കഴിവുകൾ മുഴുവനും നമ്മുടെ രാഷ്ട്രത്തിന് വീണ്ടും പെൻഷനായതുകൊണ്ട് ആ കഴിവുകൾ നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു വയോജന സർവകലാശാല തന്നെ ഉണ്ടാക്കിയിട്ട് ഇവരുടെ കഴിവുകളും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവണം. അപ്പൊ പെൻഷൻ എന്നുള്ളത് കാലോചിതമായി മര്യാദയ്ക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ശമ്പളം മാത്രം എല്ലാവർക്കും കൊടുക്കുക. അതിന്റെ അംശം നമുക്ക് കിട്ടണം, അവർക്ക് വയോജനങ്ങൾ കിട്ടണം. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള പണത്തിന് അധികം കൊടുക്കാൻ പാടില്ല. അത് കണ്ടെത്തണം. ജനങ്ങളുമായിട്ട് സംബന്ധിച്ചതിന് ശേഷം എത്ര രൂപ ഒരാൾ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കണം, അത് കുടുംബത്തിന് കൊടുക്കണം എന്നുള്ളതിനുള്ള ഒരു നിജമായ, ഒരു ശരിയായ ഒരു മാനദണ്ഡം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യൻ പൗരന്മാരെ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്ന അതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളെ, വിപ്ലവകാരികൾ അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരന്മാർ അവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതര വിപ്ലവം നടത്തിയാൽ പോരാ, അവർക്ക് എല്ലാവർക്കും മാന്യമായി ജീവിക്കാനുള്ള സമ്പത്ത് നമ്മുടെ രാജ്യത്തുണ്ട്. അതെന്തുകൊണ്ട് ഈ സമീചീനമായിട്ട് ചിന്തിക്കാതാണ് ഇവിടെ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കുത്തരിഞ്ഞ ഭരണവും അതുപോലെ തന്നെ എന്തും കാണിച്ചു കളയാം അധികാരത്തിൽ വന്നിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ നേരെ മെക്കിട്ടിട്ട് അവർക്ക് കിറ്റ് കൊടുത്തും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവരുടെ കണ്ണിൽ പൊടിയിൽ അവർക്ക് കിട്ടേണ്ട മിതമായ മാന്യമായ അവകാശങ്ങൾ കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്നത് അത്യന്തം ക്രൂരമാണ്, അത്യന്തം പ്രതിഷേധാർഹവുമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളുടെ ജീവിത നിലവാരത്തിന് തക്ക വിധത്തിൽ നമുക്ക് പെൻഷൻ കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. പണമില്ലാഞ്ഞിട്ടല്ല, ഇവിടെ പണമുണ്ട്. നിങ്ങൾ നോക്കൂ, 80 കാലഘട്ടത്തിൽ ഇവിടെ പല പാർട്ടികൾക്കും ആർട്ടിസ്റ്റുകളില്ല എന്ന് എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകന്മാരായിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകള് കുറെ ഏറെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള സാഹചര്യം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഞാന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് ധാരണയുള്ള ഒരാളാണ്. ഒരൊറ്റ പാർട്ടി ഓഫീസും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുനിലയും അല്ലാത്ത നിലയൊക്കെ കിട്ടിയിട്ട് അതിനകത്തൊക്കെ ശീതീകരണി പോലുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്ന ആഹാരം. ഇവിടുത്തെ സാധാരണക്കാരൻ കഴിക്കുന്ന ആഹാരമല്ല. സിനിമാ നടന്മാരെ പോലെയാണ് ഉണങ്ങിക്കിടക്കുന്ന നമ്മുടെ MLA-മാരും MP-മാരും 5 വർഷം അസംബ്ലിയിലോ പാർലമെന്റിലോ പോയിട്ട് വരുമ്പോൾ അവരുടെ മാറ്റം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അവർ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതിയോ? അവർക്ക് മാത്രം ശമ്പളം കൂട്ടിയാൽ മതിയോ? ഇവിടുത്തെ 1600 രൂപ വാങ്ങിയ ആളുകൾ മോശക്കാരൊന്നും അല്ല. ഇവിടെ ഇയാളെ അടക്കമുള്ളവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ട ഈ മനുഷ്യരെ കന്യാസ്ഥാനികളായിട്ടുള്ള മാനിക്കാത്തടത്തോളം കാലം, അമ്മമാരെ ബഹുമാനിക്കാത്തടത്തോളം കാലം, ഞാൻ അവസാനമായിട്ട് അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. അമ്മയിലൂടല്ലാതൊരു ജന്മമില്ല, അമ്മതൻ ജന്മ സാഫല്യമല്ലോ തന്മക്കൾ. അതാണ് അതിന്റെ കാര്യം. അമ്മയിലൂടല്ലാതൊരു ജന്മമില്ല. ആരാന്ന് പറഞ്ഞാലും ദൈവത്തെ പ്രസവിച്ചിരിക്കുന്ന അമ്മയാണ്. ആ അമ്മയിലൂടെയാണ് നമ്മളെല്ലാം ഈ പുറം ലോകം കാണുന്നത്. അവർക്ക് സേവനം സുസ്ഥിരമാക്കണം. അവർക്ക് 20,000 രൂപയെങ്കിലും പ്രതിമാസം അലവൻസ് കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അപ്പൊ അതുപോലെ തന്നെ അവരെ കുറിച്ച് ഞാൻ അതിനകത്ത് അടുത്ത 2 വരിയുടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രഥമ പൂജാർഹയാം അമ്മയെ നമ്മൾ പ്രദക്ഷിണം ചെയ്ത് ആരംഭിക്കണം കർമ്മങ്ങൾ. പ്രഥമ പൂജാർഹയാം, ഒരു ദൈവവുമല്ല പ്രഥമ പൂജയ്ക്ക് അർഹനായിട്ടുള്ളത് നമ്മുടെ അമ്മമാരാണ്. അതുപോലെ തന്നെ കർഷകരും കർഷക തൊഴിലാളികളും. അത് ബുദ്ധി കൊണ്ടായാലും കായികമായിട്ടായാലും അധ്വാനിക്കുന്നവരെല്ലാം തൊഴിലാളികളാണ്. അപ്പൊ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ഒരേ അവകാശമാണ്. ഇവിടെ വലിയവനെന്നും ചെറിയവനും ഒന്നുള്ള വ്യത്യാസം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പരസ്പര സ്നേഹമാണ് പരമാനന്ദ നിദാനം, ഉരഭിമാനം വെടിയൂ നരാധമന്മാരെ. അങ്ങനെ നമുക്കൊരു സോഷ്യലിസ്റ്റ് ലോകം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും തീർച്ചയായും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പൊ ജയിച്ചു വരുന്നവരാരും ആയിക്കോട്ടെ, അവരുടെ മുമ്പിലേക്ക് ഈ വയോജനങ്ങളും ഇവിടുത്തെ മറ്റ് രോഗാതുരായിട്ടുള്ളവരും നിരാലംബരായിട്ടുള്ളവരും എല്ലാവരും യുവജനങ്ങളെയും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചു നിർത്തി കൊണ്ട് നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന് മുന്നോട്ട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സമര പരിപാടികളും നമ്മൾ സമരം ചെയ്യേണ്ടവരല്ല. നമ്മളുടെ മുമ്പിലേക്ക് ഉദ്യോഗസ്ഥന്മാര് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരേണ്ടവരാണ്. നമ്മളെയാണ് സാറെന്ന് വിളിക്കേണ്ടത്, അല്ലാതെ ആ കസേരയിൽ ഇരിക്കുന്നവനെയല്ല നമ്മൾ സാറെന്ന് വിളിക്കേണ്ടത്. എന്തുകൊണ്ട്? നമ്മളാണ് നീതി കൊടുക്കുന്നത്. നമ്മളാണ് ഈ രാജ്യത്തെ രാജ്യമാക്കി മാറ്റിയെടുക്കുന്നത്. ഈ രാജ്യത്തെ നവീകരിച്ചിട്ടുള്ളത് നമ്മളാണ്. ആരാണ്? ഇവിടുത്തെ ജനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ ബഹുമാനിക്കാത്ത ഒരുത്തനെയും ഒരുത്തിയും നമ്മൾ ഭരണകൂടത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത് അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു അഭ്യർത്ഥന കൂടെ നടത്തുകയാണ്. അതായത് നമ്മുടെ കേരളത്തിലെ ഈ വയോജനങ്ങളുടേതായിട്ടുള്ള ഒരു ഒറ്റ കൂട്ടായ്മ, അതുപോലെ തന്നെ വോട്ടർമാരുടേതായിട്ടുള്ള ഒരു ബഹുജന പ്രസ്ഥാനം ഉണ്ടാവും. വോട്ടർമാർ തീരുമാനിക്കുന്നവരെ മാത്രമേ അസംബ്ലിയിലോ പാർലമെന്റിലേക്ക് വിടാവൂ. അത് വോട്ടർമാർ തന്നെ അവരെ കണ്ടെത്തി വിട്ടാൽ എന്താണ്? തലതെറിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഞാൻ പറയുന്നു, മനുഷ്യൻ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങളെ ഒരു ഭരണകൂടവും ഒന്നും പറയത്തില്ല. നിങ്ങളെ ഒരു പോലീസുകാരും ഒരു പട്ടാളവും വന്ന് ആക്രമിക്കാൻ വരത്തില്ല. അവരെല്ലാം നമ്മുടെ കീഴിലുള്ളവരാണെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണം, ക്യൂ പാലിക്കാൻ പഠിക്കണം. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളാണ് ഇത് രണ്ടും. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? നമ്മള് ക്യൂ പാലിക്കണം. ജനാധിപത്യത്തിന്റെ ബാലപാഠമാണ് ക്യൂ പാലിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കണം. ഇത് രണ്ടും വല്ലവനും വിട്ടുകൊടുത്തേച്ചിരുന്ന് തലേ കൈവച്ച് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പൗരന്മാര് ആരും ഒന്നിക്ക് അതൊന്നും കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, മറ്റേത് കിട്ടുന്നില്ല, മറ്റേത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലേ കൈയും വെച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉണരണം. നമ്മൾ ഉണർന്നാൽ ജനങ്ങൾക്ക് അതീതരായ ഒരു ശക്തിയില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമപ്രധാനമായിട്ടുള്ള അതിന്റെ കാവൽപ്പടന്മാര്. അതുപോലെ സുപ്രീം കോടതി അടക്കമുള്ള ആളുകളുണ്ട് ഇവിടെ. ഈ നിയമങ്ങളെല്ലാം യഥാവിധിയാണോ നടപ്പിലാക്കുന്നതെന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. അവരെ നോക്കുന്നില്ല. കസ്റ്റോഡിയന്മാര് അവർക്ക് 30 പക്കം ഇഷ്ടം പോലെ പണമാണ് കിട്ടുന്നത്. ശമ്പളം കിട്ടുന്നു, പെൻഷൻ കിട്ടുന്നു. അവിടുത്തെ NGO-മാർക്കും അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സംഘടിതരായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ കൈ കിട്ടിയത് തിരിച്ചു കൊടുക്കാൻ പാടില്ല, കൂടുതൽ കവർന്നെടുക്കണമെന്നുള്ളത് കൊണ്ടാണ് അവർ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എന്താണ്?
ഇന്ത്യ വൺ പെൻഷന് പല പല കഷണങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ സംഘടനയായിട്ട് മാറണം. അപ്പൊ ഐകമത്യം മഹാബലം എന്നുള്ള സന്ദേശം ഉൾക്കൊള്ളുക. രാഷ്ട്രീയവും മതവും ജാതിയൊക്കെ നമുക്ക് രണ്ടാമത്തെ കാര്യമാണ്. പ്രഥമമായ കാര്യം നമ്മുടെ ആരോഗ്യവും നമ്മുടെ വരുമാനവും ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നതിന് നമ്മൾ ആവശ്യപ്പെടണം. നമ്മൾ ആവശ്യപ്പെടുകയല്ല, നമ്മുടെ അധികാരമാണത്, നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് എല്ലാവരും ശത തുടങ്ങി ഇനിയെങ്കിലും നമ്മൾ മുന്നോട്ട് പോകണം. 75 വർഷം നമ്മൾ സഹിക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ സഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു വേലയ്ക്ക് നമ്മൾ കൊടുക്കരുത്. ഒരു രാഷ്ട്രീയക്കാരോട് എനിക്ക് വിരോധമൊന്നുമില്ല. അന്നത് രാഷ്ട്രീയം അന്ന് സേവനമായിരുന്നെങ്കിൽ ഇന്ന് സേവ് പണമാണ്. പണം ഉണ്ടാക്കാനുള്ള കുറുക്ക് വഴിയാണ്. അതല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ നേരം എടുക്കുമ്പോൾ ഗുണ്ടാക്കി എടുത്തുകൊണ്ട് പണത്തിൽ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ പണത്തിൽ പോകണമെന്നോ? ഫാക്ടറിയിൽ പോയി പണിയെടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് രൂപ ഇവരുടെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്നത്? ഇത് അനധികൃത ശമ്പളമാണ്, അനധികൃത പണമാണ്. നമ്മൾ കണ്ടുകിട്ടണം. ആർട്ടിക്കിൾ 39 B and C യും ആർട്ടിക്കിൾ 47 അതായത് 47 ഇനിയെങ്കിലും അടിയന്തരമായിട്ട് നടപ്പിലാക്കുന്നതിന് നമ്മൾ ആവശ്യപ്പെടണം. നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ നിന്നാൽ നമ്മുടെ രാജ്യം നമ്മൾ പറയുന്നിടത്ത് നിൽക്കും എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ എന്റെ എളിയ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദനങ്ങൾ.